എന്താ വിമലാന്റി, എന്താ രാവിലെ രണ്ടാളും കൂടെ പ്രശ്നം? അതെ, എന്റെ കൂടിന് ജീവിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞ് ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു പോയ ഒരാള് ഇപ്പതേ തിരിച്ചു വന്ന് അപ്പുറത്തെരിപ്പുണ്ട്. ആ മനുഷ്യനോട് തന്നെ ചെന്ന് ചോദിക്കാൻ എന്താ പ്രശ്നമെന്ന്. ചോദിക്കാം, നമുക്ക് രണ്ടുപേരും കൂടെ ചെന്ന് ചോദിക്കാം. എന്താ പരമേശ്വര മാമ, വിമലാന്റി ആയിട്ട് എന്താ വഴക്ക്? എനിക്കെന്ത് വഴക്ക്? ഇവളുമായിട്ട് എനിക്ക് ഒരു വഴക്കുമില്ല. ഇവളല്ലേ എന്നോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ എന്റെ മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ പിന്നെ ഞാൻ എന്തോ ചെയ്യണം? ഇങ്ങനെ കൂടെ താമസിക്കണോ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? ആരാ? ശ്രീകുമാറിന്? ശ്രീകുമാറോ? അവൻ ശ്രീകുമാർ അല്ല, സ്ത്രീകുമാറാ, സ്ത്രീകുമാർ. ഓസ്ട്രേലിയയിൽ നിന്നും അവൻ തിരിച്ചു വന്നിട്ട് വെറും 3 മാസമേ ആയുള്ളൂ. ഇപ്പൊ ഈ നാട്ടിലുള്ള ഒരുപാട് പെമ്പിള്ളേർക്കും ഇത് 3-ാം മാസമാ. എന്താ മാമായി പറയുന്നേ? ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല, തെളിയിച്ചു തരാം, നോക്കിക്കേ. You are so beautiful. വേണ്ട വേണ്ട, ആദ്യം നമ്മുടെ കല്യാണം, എന്നിട്ട് മതി ഇതൊക്കെ. അതിപ്പോ ഇതിനകത്ത് വെച്ച് എങ്ങനെ കല്യാണം നടത്തുന്നത്? ഒരു കാര്യം ചെയ്യാം, നിശ്ചയം നടത്താം. ഇത് കണ്ടോ? കാർഡിലെ പ്രൊഫസർ VS രാമകൃഷ്ണൻ നായരെ കൊണ്ട് അമ്മ പ്രത്യേകം തയ്യാറാക്കി ചിട്ടുന്ന റൂബി മോതിരമാ. ഊരി പോവോ? ഏയ്, ഞാൻ ഒരിക്കലും ഊരി പോവില്ല. അങ്ങനത്തെ ഒരുത്തനെ ഇനി ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്കണോ? അത് നീ പറഞ്ഞാലല്ല, ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. 48 മണിക്കൂറിനുള്ളിൽ അവനോട് ഈ രാജ്യം വിടാൻ പറഞ്ഞിരിക്കാൻ ഞാൻ. ഓസ്ട്രേലിയ എങ്കിൽ ഓസ്ട്രേലിയ പൊക്കോണം. അവിടെ നിന്ന് മടങ്ങി വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. മോനെ സത്യപ്രതാപ, ഞാൻ പ്രസവിച്ച അല്ലെങ്കിൽ നീ എന്റെ മൂത്ത മോനാ. ഈ അമ്മ ഇതുവരെ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഞാനൊരു സഹായം ചോദിക്കുക. അവനെ ഓസ്ട്രേലിയയിലേക്ക് മടക്കി അയക്കാൻ നീ സമ്മതിക്കരുത്. എനിക്ക് കൊള്ളി വെക്കാനെങ്കിലും അവനിവിടെ ഉണ്ടാവണം. അയ്യോ, എന്താ ആന്റി ഇത്? എത്ര നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ കരയുന്നേ? ഞാൻ പറഞ്ഞോളാം പരമേശ്വര മാമയോട്. ഇനി നിനക്കല്ലാതെ മറ്റൊരാൾക്കും അവനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല മോനെ. അതുകൊണ്ട് ഈ അമ്മയെ ഓർത്തെങ്കിലും നീ അവനെ ഏറ്റെടുക്കണം. ഇവിടെ നിന്റെ കൂടെ കൊണ്ടുവന്ന് ഒരു മനുഷ്യനാക്കി അവനെ മാറ്റിയെടുക്കണം മോനെ. അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. ആന്റി എത്രയും പെട്ടെന്ന് അവനെ ഇങ്ങോട്ട് അയച്ചേക്ക്. അവനെ എന്റെ കൂടെ നിർത്തി ശരിപ്പെടുത്തി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അത് മാത്രം വേണ്ട സത്യപ്രതാപ. അവനെ നീ ഏറ്റെടുക്കരുത്, ഒരിക്കലും ഏറ്റെടുക്കരുത്. അവൻ നിന്നെ നാശമാക്കും. അത്രയ്ക്ക് പിഴയാവൻ, കരിമ്പഴ. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവൂല പരമേശ്വര മാമേ. ശ്രീകുമാറിനെ എന്നെക്കാളും മികച്ച ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആക്കി ഞാൻ മാറ്റിയെടുക്കും. മാമ നോക്കിയോ? ഓ എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? പരമേശ്വര മാമ, മാമയ്ക്കറിയാമല്ലോ ഞാൻ എന്റെ അച്ഛൻ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ശാപം മരണം വരെ എന്നെ വിട്ടു പോവില്ല. ഇനി അങ്ങനെ ഒരു അനുഭവം ഒരു അച്ഛനും മോനും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രീകുമാർ എനിക്ക് വിട്ടുന്നേക്ക്, ഞാൻ അവനെ ശരിപ്പെടുത്തി എടുത്തോളാം. ഇനി എന്തിനാ നിക്കലേ? ഇവനെ ഒരു വഴിക്കാക്കിയപ്പോ നിനക്ക് സമാധാനായില്ലേ? വാ നടക്ക്. അതിനാരാ നിങ്ങളുടെ കൂടെ വരുന്നേ? ഞാൻ ഉഗ്രന്റെ കൂടെ പൊക്കോളാം. ഉഗ്രൻ നിന്ന് തലേ ചുവന്നോട് പോവോ കാറില്ലാതെ? ഞങ്ങൾ ടാക്സി എടുത്ത് പൊക്കോളാം. എന്നാലും നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല. രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. അതിന്റെ ഒരു കാര്യം ചെയ്യ്, എന്റെ കാർ എടുത്തോ, എന്നിട്ട് ശ്രീകുമാറിനോട് ആ കാറിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഒന്നങ്ങോട്ട് മാർക്കേ. അല്ല മാമ, അവൻ വീട്ടിലെങ്കിൽ പിന്നെ എവിടെ താമസിക്കുന്നേ? ഹോട്ടലിലോ അതോ ഗസ്റ്റ് ഹൗസിലോ? എന്തിന്? അവനെന്തിനാ ഗസ്റ്റ് ഹൗസും ഹോട്ടൽ മുറിയൊക്കെ? ഒരു കാറും പെണ്ണും ഉണ്ടെങ്കിൽ നടു റോഡും അവന് ഗസ്റ്റ് ഹൗസാ. ഇന്നു മുതൽ ഞാൻ നിന്റേത് മാത്രമായിരിക്കും മേഴ്സി. മേഴ്സിയോ? അതാരാ? ഞാൻ മാക്സിയാ. സോറി, ഞാൻ മാക്സി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. കണ്ടോ, സത്യം, എനിക്ക് എപ്പോ സ്പെല്ലിംഗ് തെറ്റിയാലും അപ്പൊ ഫോൺ വരും. അയ്യോ അമ്മയാ, മിണ്ടല്ലേ. ഹലോ, നീ ഇതെവിടെയാ? നിന്നെ കാണാൻ വേണ്ടി നിന്റെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നോണ്ടിരിക്കുവാ. നിർത്ത്, വണ്ടി അവിടെ നിർത്ത്. ഞാൻ അങ്ങോട്ട് വന്ന് അമ്മയെ പിക്ക് ചെയ്തോളാം. വണ്ടി നിർത്താൻ. എടാ ഉഗ്ര, വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി, അവൻ ഇങ്ങോട്ട് വന്നോളാവന്ന്. അമ്മ ഫോൺ എന്നാ ഉഗ്രന്റെ കയ്യിലോട്ട് കൊടുത്തേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദാ, അവൻ എന്തോ നിന്നോട് പറയാനുണ്ടെന്ന്. ഹലോ ശ്രീകുട്ടാ, ഇത് ഞാനാ ഉഗ്രൻ. നിന്നോട് ആരാടാ ചെകുത്താനെ ഈ നേരത്തെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല, അമ്മയാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നാ കൂടെ വല്ല ലേഡീസ് ഉണ്ടോ? അതൊക്കെ ഞാൻ വിശദമായിട്ട് അവിടെ വന്ന് പറയാം. തൽക്കാലം ഞാൻ ഇവളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തുന്നു. ഞാൻ അവിടെ വന്ന് നിന്റെ കാറിൽ നിന്ന് അമ്മയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും നീ ആ കാറിൽ ഇവളെ ഇവിടുന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കണം. ഓക്കെ? ശ്രീകുട്ട, ഇത് SP സാറിന്റെ കാറാ. ഇതിനകത്ത് പീസിനെ കയറ്റിയാലുണ്ടല്ലോ, അയാൾ എന്നെ പീസാക്കും. അതിന് അയാളെ അറിയിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നീ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. കേട്ടാ വെച്ചാ അമ്മേ, വാ വേഗം പോയേക്കാം. നീഞ്ഞു വന്നേ.
വേഗം ചെല്ല്. കൈരളി അപ്പാർട്ട്മെന്റ്സിന് മുമ്പിലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. കാണാൻ നല്ല സുന്ദരിയാ. മാക്സി ആളെ കയറ്റിക്കൊണ്ട് വെക്കൂ. അയ്യോ അങ്ങനെ ആവുമ്പോ കാർ മതിയാവില്ല, നമുക്ക് ടെമ്പോ വിളിക്കാം. ടെമ്പോ ടെമ്പോയോ? എന്തിന്? നീയല്ലേ പറഞ്ഞ മാക്സിമം ആളെ കെട്ടിക്കൊണ്ട് വരാനായിട്ട്. ഇവിടെ കാർ ആകുമ്പോ മാക്സിമം 4 പേരല്ലേ കയറുള്ളൂ. മാക്സിമം അല്ല, മാക്സി ഒറ്റ പെണ്ണ. ഓ ചെല്ലടാ. ഈ പാപിക്ക് മാപ്പ് തരണോ അമ്മേ? ഹാ, എന്തിന്? നീ എന്ത് പാപം ചെയ്തിട്ടാ ഈ എന്നോട് മാപ്പി ചോദിക്കുന്നേ? ഒരു മകൻ അമ്മയോട് മാപ്പ് ചോദിക്കാൻ എന്തെങ്കിലും പാപം ചെയ്യണോ അമ്മേ? ഇവിടെ ചെരുപ്പ് ചെരുപ്പ് താഴെ പോയി. അല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കല്ലല്ലോ, നിന്റെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ പോകാൻ പറഞ്ഞത്? അതിന് ഞാനിപ്പോ അമ്മയുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്നത്? അതൊക്കെ കാര്യമുണ്ട്. നീ വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട്ടേ. ഈ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ അമ്മയെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകില്ല. ആഹാ, എങ്കി എനിക്കതൊന്ന് കാണണമല്ലോ. നീ വണ്ടി നിർത്തേ, ഞാനൊരു ടാക്സിയിൽ അങ്ങോട്ട് പോയിക്കോളാം. ഇല്ല, ഞാൻ നിർത്തില്ല. അമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും. ഞാനിപ്പൊ ചാടും. നീ വണ്ടി നിർത്തണോ ഇല്ലയോ? ഡോർ തുറക്കല്ലേ, ഡോർ തുറക്കല്ലേ. അവിടെ ഞാൻ വണ്ടി നിർത്താം. ശരി, അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ചിലരെയൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണെന്നാണല്ലോ അമ്മയുടെ സംശയം. ഇറങ്ങി നോക്ക്, ഇറങ്ങി നോക്ക്. ചേടാ, അമ്മ എന്തുവായി തിരയുന്നത്? എന്റെ ഒരു ചെരുപ്പ് കാണുന്നില്ലല്ലോ. അയ്യോ, അത് അമ്മയുടെ ചെരുപ്പായിരുന്നു. എന്താ, നീ കണ്ടോ? ഏയ്, അമ്മ ഇട്ടോണ്ട് വന്നത് അമ്മയുടെ ചെരുപ്പ് തന്നെ ആയിരുന്നോന്ന് ചോദിക്കായിരുന്നു. പിന്നെ എന്റെ അല്ലാതെ വേറെ വല്ലവരുടെയും ചെരുപ്പ് ഞാൻ ഇട്ടോണ്ട് വരുവോ? ഇത് എന്ത് മറിമായവാ ദൈവമേ. ഒരു കാലിലെ ചെരുപ്പ് മാത്രമായിട്ട് ഈ കാറിൽ നിന്ന് ആരെടുത്തോണ്ട് പോയി? ആരും എടുത്തോണ്ട് പോയൊന്നും ആവില്ല. ചിലപ്പോ കാറി വന്ന് കയറിയപ്പോ ഊരി പോയിട്ടുണ്ടാവും. അമ്മ വാ. ഞാൻ അകത്തോട്ടൊന്നും വരുന്നില്ല. നീ പോയി നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തേ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം അവസാനിപ്പിക്കുക. ഇനി നീ താമസിക്കാൻ പോകുന്നതേ സത്യപ്രതാപന്റെ കൂടെയാ. ആരുടെ കൂടെ? സത്യപ്രതാപന്റെ കൂടെ. എന്ത് കാര്യത്തിന്? അമ്മ എന്താ അയാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തോ? ഞാൻ കൂടെ പോയി താമസിക്കാൻ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല? അമ്മ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കും. ഈ ഒറ്റ കാര്യം ഒഴിച്ച് ഞാൻ ആരുടെയും കൂടെ പോയി താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഉറപ്പാണ്? ഉറപ്പ്. എന്നാ ഞാനും ഒന്ന് ഉറപ്പിച്ചു. ഇന്ന് മുതൽ എന്റെ താമസം നിന്റെ കൂടെയാ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഉണ്ടായിക്കോ. ഏതായാലും അയാളെ കാട്ടി ഭേദമാ അമ്മ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ അമ്മയ്ക്ക് അറിയണമല്ലോ എന്റെ മോൻ എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നൊക്കെ. ആ, ഓ, ഞാൻ എന്തിനാ ഈ ഒറ്റ കുന്തോട്ടോണ്ട് നടക്കുന്നത്? എടുത്തോണ്ട് കളാ. ആശം.